ചോരയിൽ കുളിച്ച് ചലനമറ്റ നിലയിൽ ഒരു പകൽ മുഴുവൻ ഒരാളുടെ മൃതദേഹം പെരുവഴിയിൽ കിടക്കുന്ന കാഴ്ച. രാവിലെ മുതൽ നൂറുകണക്കിന് ആളുകൾ അതുവഴി പോയിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. കൊച്ചി നഗരഹൃദയത്തിൽ പാലാരിവട്ടത്താണ് രാവിലെ മുതൽ വഴിയിൽ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വൈകുന്നേരമായിട്ടും അനക്കമൊന്നും ഇല്ലാതെ വന്നതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കൊല്ലപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. പാലാരിവട്ട സ്വദേശി വിജയനാണ് മരിച്ചത്. സ്ഥലത്ത് പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളും ശരീരത്തിൽ മുറിവ് പറ്റിയതിൻ്റെ പാടുകളുമുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിലാണ് വിജയന്റെ മൃതദേഹം കണ്ടത്. രാവിലെ മുതൽ വിജയൻ വഴിയിൽ കിടന്നിരുന്നെങ്കിലും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്നാണ് നാട്ടുകാർ കരുതിയത്. വൈകുന്നേരമായിട്ടും പോകാത്തതിനെ തുടർന്ന് ചിലർ വിളിച്ചു നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലായത്. തുടർന്ന് പാലാരിവട്ടം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പിൾ ടവറിന്റെ നേരത്തെ ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ട് കേസിൽപ്പെട്ട് കിടക്കുന്ന വസ്തുവാണ്. ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറി ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും നിരവധിയായിട്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും പല പ്രാവശ്യം പോലീസുമായിട്ടൊക്കെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിവറേജസിൽ നിന്ന് ഇതും കുപ്പി മേടിച്ച് ഇവിടെ ഇരുന്ന് തന്നെ കുടിച്ച് ഇവിടെ തന്നെ തല്ലുപിടിച്ച് ഇവിടെ തന്നെ കിടക്കുന്ന ഒരവസ്ഥയാണ്. കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മൃതദേഹം കിടന്ന സ്ഥലത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. ശരീരത്തിൽ അങ്ങിങ്ങായി മുറിവുകൾ ഉണ്ടായിരുന്നത് സംശയം ബലപ്പെടുത്തുന്നു. രാവിലെ മുതൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ സ്ഥിരം കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ആൾക്കാരത് ശ്രദ്ധിച്ചില്ല. വൈകുന്നേരമായിട്ടും എണീക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നോക്കിയപ്പോൾ ആള് മരിച്ചു കിടക്കുവാണ്. മരിച്ചു കിടക്കുന്നതെന്ന് മാത്രമല്ല, ബ്ലഡ് തലയുടെ ബാക്കിൽ പൊട്ടിയിട്ടുണ്ട്, ദേഹത്തൊക്കെ മുറിവുകൾ കാണുന്നുണ്ട്. അപ്പൊ എന്തോ അതുപോലെ പൈസ കയ്യിലുണ്ടായിരുന്ന 20-ന്റെയും 10-ന്റെയൊക്കെ നോട്ടുകൾ അവിടെ ചിതറി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അടിപിടി ഉണ്ടായിട്ട് അതിന്റെ പരിണിത ഫലമാണെന്ന് സംശയം. അടുത്തുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം പതിവാണ്. അതിനു മുന്നിൽ മൃതദേഹം കിടന്നതുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കാതിരുന്നതെന്നും കൗൺസിലർ പറയുന്നു. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.